ദീപ്തിയുടെ ജീവിത വഴികൾ, അതായത് പിന്നെ സ്കൂൾ കാലഘട്ടത്തിൽ എത്രാം ക്ലാസ് വരെയാണ് ഒരു ആൺകുട്ടിയായിട്ട് സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടായത്? 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് വരെ ആൺകുട്ടിയായിട്ട് ജീവിച്ചു. ഞാൻ 10ാം ക്ലാസ് വരെ ഞാൻ ആൺകുട്ടിയായിട്ട് ജീവിച്ചെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഡ്രസ്സിങ്സ് മാത്രമായിരുന്നു ആൺകുട്ടിയുടെ. എൻ്റെ മനസ്സ് ഫുള്ള് സ്ത്രീയുടെ ആയിരുന്നു. എൻ്റെ കാഴ്ചയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ആൺകുട്ടിയുടെ വസ്ത്രം ഇട്ട് വരുന്നതാണ്. പക്ഷെ ഞാൻ നടന്നു വരുന്നത് ഞാനൊരു പെൺകുട്ടിയായിട്ടാണ്. എൻ്റെ മനസ്സൊരു സ്ത്രീയുടെ മനസ്സായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. 10ാം ക്ലാസ് വരെ യൂണിഫോം ഇട്ടു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം, അതായത് 15 വയസ്സിൽ SLC എഴുതി. 16 വയസ്സ് കഴിഞ്ഞു. 17ാമത്തെ വയസ്സാകുമ്പോഴേക്കും ഞാൻ ഇവിടെ നാട് വിട്ടു. എന്നെ ഇവിടുന്ന് കടത്തിക്കളഞ്ഞു. സോ എങ്ങനെ അത് കടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? മീൻസ് വീട് വിട്ടിറങ്ങിയോ അതോ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥ വന്നു? അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ജൽസ എന്ന് പറഞ്ഞ എൻ്റെ ബുക്കിൽ, എൻ്റെ ആത്മകഥയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാഹചര്യങ്ങൾ തന്നെയാണ്, വീട്ടിലെ സാഹചര്യങ്ങൾ. എൻ്റെ ബ്രദർ അന്നത്തെ കാലത്തൊന്നും ഇപ്പോഴും ഞാൻ അതാ ചിന്തിക്കുന്നത്, ഇപ്പോഴും മാറാത്ത കുറേ പേരുണ്ട്. എൻ്റെ ബ്രദർ വരെ മാറി. കാരണം എന്നെ കളിയാക്കിയിരുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നെ അടിച്ചിരുന്ന എൻ്റെ ബ്രദർ വരെ ഞാൻ മാറി. എൻ്റെ ബ്രദർ എൻ്റെ ഒരു അനിയത്തിയെ പോലെ കണ്ട് ഇപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇപ്പോഴും മാറാത്ത കുറേ സമൂഹത്തിൽ കുറേ വൃത്തികെട്ട മനുഷ്യരുണ്ട്. അവർ കേൾക്കണം. ദീപ്തി, ഈ അമ്മ ആ അടിച്ചിറക്കിയ അവസരം അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയ അവസരത്തിൽ ആ അമ്മേനെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ അമ്മയ്ക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയായാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഏട്ടൻ്റെ വാക്കാണ് അമ്മ എടുക്കുകയുള്ളൂ. കാരണം വീട്ടിലൊരു ആൺകുട്ടിയുടെ വാക്കാണല്ലോ അമ്മമാരെടുക്കുന്നത്. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഏജ് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അടിച്ചിറക്കിയപ്പോൾ അമ്മയ്ക്കൊന്നും പറയാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് വന്നതിന് ശേഷം അമ്മ പറയുന്നു, അമ്മ എന്നും ദൈവത്തിനെ വിളിക്കും. ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിയാണ് എൻ്റെ അമ്മ. ആ ഗുരുവായൂരപ്പനെ ഒരുപാട് വഴിപാടുകൾ നേർന്ന് ഡെയിലി പ്രാർത്ഥനയോടെ എന്നെ കാത്തിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എൻ്റെ ബ്രദർ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന സമയത്ത് എൻ്റെ A to Z ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ എൻ്റെ എല്ലാ വസ്ത്രങ്ങളും എൻ്റെ എല്ലാ സാധനങ്ങളും വീടിൻ്റെ പുറത്ത് കൊടുന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. പക്ഷേ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, SL സർട്ടിഫിക്കറ്റ് എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു. എൻ്റെ അമ്മയുടെ പെട്ടിയിലായിരുന്നു, പണ്ടത്തെ തുണിപ്പെട്ടിയിലായിരുന്നു. അതെൻ്റെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നപ്പോൾ എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുക്കാൻ പറ്റിയത്. പാസ്പോർട്ട് അടക്കം എൻ്റെ പാസ്പോർട്ടും എല്ലാം ഞാൻ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. എത്ര നാൾ വിദേശത്തുണ്ടായിരുന്നു? വിദേശത്തൊന്നുമില്ല. ഞാൻ വിദേശത്ത് എന്ന് പറയാൻ ബാംഗ്ലൂരായിരുന്നു. പുറത്തേക്ക് പോയത് 4 വർഷം, ദുബായിൽ പോയത് 4 വർഷം. ഞാൻ എൻ്റെ സർജറീസ് ഒക്കെ ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂർ ഞാനൊരു 16 ഒരു 20 വർഷത്തോളം ഞാൻ ബാംഗ്ലൂരുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം വയസ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഇതിട്ട് കഴിഞ്ഞാൽ 16ാം വയസ്സിൽ ഞാൻ പോയി, 20 വർഷം ഞാൻ ബാംഗ്ലൂർ. അപ്പം ഇനി വയസ്സൊക്കെ കിട്ടാൻ കുറച്ച് പാടൊന്നുമില്ല. അപ്പം ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് സർജറി കഴിഞ്ഞു. 16 വർഷം ഞാൻ പോയി, 20 വർഷമായി. ബാംഗ്ലൂർ 20 വർഷം നിന്നു. അതിൽ 4 വർഷം ഞാൻ അവിടെ നിന്നിട്ട് എല്ലാം കണ്ടു പഠിച്ച് എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലാതെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർക്ക്. 1 രൂപ എന്നുള്ളത് എൻ്റെ ഫ്രണ്ടാണ് എന്നെ ട്രെയിൻ കയറ്റി കൊണ്ടുപോയതാണ്. 1 രൂപ ഇല്ലാതെ പോയി ഞാൻ 4 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സാധാരണ കണ്ടുവരുന്നത്, നിങ്ങൾ പറയാറില്ല ട്രെയിനിൽ കാണുന്നു, അല്ലെങ്കിൽ അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു. ഞാൻ ചെയ്ത ജോലിയാണ്. ഞാൻ ബെഗ്ഗിങ് ചെയ്തിട്ടുണ്ട്, ട്രാഫിക്കുകളിൽ ബെഗ്ഗിങ് ചെയ്തിട്ടുണ്ട്, കടകളിൽ ബെഗ്ഗിങ് ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ സാഹചര്യം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ളിലെ ആഗ്രഹം, എൻ്റെ സ്ത്രീ ആവണമെന്നുള്ള ആഗ്രഹം എനിക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് തെറ്റായിട്ടോ ഇപ്പോൾ കുറ്റബോധമായിട്ട് സങ്കടമൊന്നും തോന്നുന്നില്ല. ഞാൻ അന്ന് ചെയ്തത് ഹാപ്പി ആയിട്ടാണ് ചെയ്തെങ്കിലും കൂടെ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ഫാമിലിയിൽ നിന്ന് ഞാൻ പോയി ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ പോയി അവിടെ കൈയടിച്ച് ഞാൻ 1 രൂപ 2 രൂപ ഇങ്ങനെ ഭിക്ഷ എടുക്കുക എന്ന് പറയുമ്പോൾ അന്ന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് അത്ര കഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. ദീപ്തി, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവഗണിക്കുന്നത് അത് കേരളത്തിലാണോ അതോ പിന്നെ പുറത്ത് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലാണോ? തീർച്ചയായിട്ടും പറയാം, കേരളത്തിലാണ്. കേരളത്തിൽ ഞാൻ എല്ലാവരെയും പറയില്ല. ഇപ്പം നമ്മൾ വിരലിൽ എണ്ണാവുന്നവരെന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ കുറച്ച് പേരുണ്ട്, അത്രേ ഉള്ളൂ. റെസ്പെക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ജെൻഡേഴ്സിന് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം വേണം. തമിഴ്നാട്ടിലും കുഴപ്പമില്ല. കർണാടക, തമിഴ്നാട്, ബോംബെ, അങ്ങനെ ഹൈദരാബാദിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ദേവികളാണ്. അതായത് അർദ്ധനാരീശ്വരന്മാരാണ്, ശിവനും പാർവതിയാണ്. എനിക്കറിയ പോലും ഇല്ല. ഇവിടെ നാട്ടിൽ നമ്മുടെ ഒപ്പം പഠിച്ചവരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ എന്നെ കല്ലെടുത്തെറിഞ്ഞ് കളിയാക്കി കാർക്കിച്ച് തുപ്പിരുന്ന ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ആ ഒരു വയസ്സിലാണല്ലോ ഞാൻ ബാംഗ്ലൂർക്ക് പോണത്. പക്ഷെ അവിടെ ചെന്ന് എൻ്റെ ഗുരുക്കന്മാരൊക്കെ എനിക്ക് ഇങ്ങനെയാണ് സംഭവം എല്ലാം പഠിപ്പിച്ചു തന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആ വാർഡിലെ കൗൺസിലർ രാവിലെ വണ്ടി എടുത്ത്
റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടെ ട്രാഫിക്കിൽ ഞാൻ കളക്ഷൻ എടുക്കുമായിരുന്നു. അത് കളക്ഷൻ എന്നാ പറയുക, ബെഗ്ഗിങ് ചെയ്യായിരുന്നു. കളക്ടർ എന്നെ കണ്ടിട്ട് എനിക്ക് അന്ന് 100 രൂപ തന്നിട്ട് എൻ്റെ അടുത്ത് അനുഗ്രഹം ചെയ്യാൻ പറഞ്ഞു, തലയിൽ കൈവയ്ക്കാൻ പറഞ്ഞു. അതാണ്. അപ്പോൾ നമ്മളെ കണ്ട് എത്ര വലിയ ആൾക്കാരായാലും അവർ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവത്തെ പോലെ കാണുന്ന അതാണ്. കാരണം ഒരു വീട്ടിലൊരു പ്രസവം നടന്നു കഴിഞ്ഞാൽ കൊച്ചിനെ ആദ്യം കാണിക്കുന്നത് ഞങ്ങൾക്കായിരിക്കും. ഞാൻ അങ്ങനെ 2-3 ഞാൻ കണ്ടിട്ടുണ്ട്. ദീപ്തി അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പ്രസവിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു വീട് ഹൗസ് വാമിംഗ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി അറിയിക്കും. അതല്ല ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കും. അതായത് അവർ ചിലപ്പോൾ 500-1000 നമുക്ക് തന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ആകെ 1 രൂപയാണ് ആഗ്രഹിക്കുന്നത്. ആ 1 രൂപ ഞങ്ങളുടെ ഈ കൈ ഇങ്ങനെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ കടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കാലാകാലം അത് പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും. എനിക്കൊക്കെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. 1 വർഷം 2 വർഷം അന്ന് പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കോയിൻസ് കാണിച്ചു തന്നിട്ടൊക്കെ. അപ്പൊ വിശ്വാസമാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ നാട്ടിലൊക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരാളെ അനുഗ്രഹിച്ചു, അപ്പോൾ അവർക്ക് അതുകൊണ്ട് ബലമുണ്ടായെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? റീസെൻ്റ്ലി അനുഗ്രഹം എന്ന് പറയാനായിട്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ അവളുടെ പേര് രമ്യ എന്നാണ്. എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്, എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ് കേട്ടോ രമ്യ. അവൾ ഞാനിപ്പോൾ വന്നതിന് ശേഷം, ഇപ്പോഴല്ല കേട്ടോ, നാട്ടിൽ വന്ന് സെറ്റിൽ ആയതിന് ശേഷം അവളൊരു പാർലർ ഓപ്പൺ ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അത് ഞാനാണ് ഇനോഗ്രേഷൻ ചെയ്തത്. സോ ആ ഇനോവേഷൻ ചെയ്ത് അവളെ ബ്ലെസ് ചെയ്തു. അതിനുശേഷം അവൾ എനിക്ക് ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ സെക്കൻഡ് പാർലർ എന്തോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ പോയി എന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് അയച്ചിട്ട് എന്നെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി. കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മുകളിലേക്ക് പോകുന്നു. അത് മേ ബി എൻ്റെ ബ്ലെസ്സും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും കൂടി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് പൊക്കി കുറിച്ചുകൊണ്ട് എന്നെ ആരും ആഗമ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഞാൻ എൻ്റെ ദൈവം എന്നുള്ളത് എനിക്കുള്ളതുണ്ട്. നിങ്ങൾക്കത്, അതായത് മലയാളികൾക്കത് ഒട്ടുമില്ല. പുറം രാജ്യങ്ങളിൽ ഞങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞ് നിൽക്കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഞങ്ങളോടുള്ള ബഹുമാനം, ഞങ്ങളുടെ പെരുമാറ്റം, ഞങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അവസാനമായി ചോദിക്കട്ടെ, ദീപ്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇപ്പം എങ്ങനെയാണ്? അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകുന്നുണ്ടോ? കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകണം. സേവിങ്സ് ആയിട്ട് അക്കൗണ്ടിൽ അത്യാവശ്യം ഒരു ക്യാഷ് ഉണ്ടോ? കുഴപ്പമില്ല. അതൊന്നും റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഇങ്ങനെ പോയിക്കോട്ടെ, പട്ടിണി ഇല്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് വന്നാലും സഹായിക്കാൻ ഒത്തിരി പേരുണ്ടല്ലോ. എനിക്ക് നാണം മാനില്ലെന്നല്ല കേട്ടോ, എനിക്കൊരാളുടെ മുമ്പിൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരാൻ ചോദിക്കാൻ എനിക്ക് മടിയില്ല. എൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കയ്യിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കും, എടാ എനിക്കില്ല, എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചാൽ വാങ്ങിച്ചു തരാനുള്ള ഫ്രണ്ട്സും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. അതിനെനിക്കൊരു മടിയും ഇല്ല. ഈ ദീപ്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂടുതൽ പെണ്ണുങ്ങളാണോ അത് ആണുങ്ങളാണോ? ഈക്വലാണോ? ആണും പെണ്ണും. കുറച്ചും കൂടി എനിക്ക് മെസ്സേജുകളും എന്നെ കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കുന്നതൊക്കെ പെണ്ണുങ്ങളാണ്. എപ്പോഴെങ്കിലും പിന്നെ എടുത്ത തീരുമാനങ്ങൾ എനിക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എടുത്ത തീരുമാനങ്ങൾ വേണ്ട എന്നുള്ളത് ഇല്ല. ഞാൻ എടുക്കുന്നതെല്ലാം ആലോചിച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലോട്ടുള്ള തീരുമാനം ഞാൻ ആലോചിച്ച് തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ അത് നല്ലതായിരിക്കും. അതല്ല എൻ്റെ കഷ്ടകാലത്തിന് അത് നല്ലതായില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അതിന് കുറ്റബോധം, അതിനെ തിരിഞ്ഞ് നിന്ന് സങ്കടപ്പെടുത്ത കാര്യമില്ല. നമ്മൾ നെക്സ്റ്റിലേക്ക് മുന്നോട്ട് പോകാൻ അത്രേ ഉള്ളൂ.